ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നൂറൽ ഇമിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കത്തി ഓളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. യൂണിറ്റ് 6 അല്ലേ, യൂണിറ്റ് 6 പത്തുകളും ഞാനും. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. ഇതാരൊക്കെയാണ് കാണുന്നത്? കിട്ടുക്കുരങ്ങനും മിന്നുമുയലുമുണ്ട് അല്ലേ. അവരുടെ മുന്നിൽ എന്താ കാണുന്നത്? ക്യാരറ്റാണ്. മിട്ടുവിൻ്റെ പ്ലേറ്റിൽ എത്ര ക്യാരറ്റ് ഉണ്ട്? കിട്ടുക്കുരങ്ങൻ്റെ പ്ലേറ്റിൽ 10 എണ്ണം ഉണ്ട് അല്ലേ. പക്ഷേ മിന്നുമുയലിൻ്റെ പ്ലേറ്റിലോ 3 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടലി ആകെ എത്ര ക്യാരറ്റ് ഉണ്ട്? കിട്ടുക്കുരങ്ങൻ്റെ കയ്യിലും മിന്നുമുയലിൻ്റെ കയ്യിലും കൂടി എത്രയുണ്ട്? 10 കൂട്ടണം 3 അല്ലേ. 10 + 3 = 13. കിട്ടുക്കുരങ്ങന് മിന്നുമുയലിൻ്റെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കര സങ്കടമായി. എന്തുകൊണ്ടാണെന്നറിയോ? മിന്നുവിനാകെ കുറച്ച് ക്യാരറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കിട്ടു എന്ത് ചെയ്തു? അവൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു ക്യാരറ്റ് എടുത്ത് മിന്നുമുയലിന് കൊടുത്തു. അപ്പോൾ കിട്ടുവിൻ്റെ കയ്യിൽ എത്രയായി? 10ൽ നിന്ന് 1 പോയാൽ 9 അല്ലേ. 10 - 1 = 9. ഇപ്പോൾ കിട്ടുവിൻ്റെ കയ്യിൽ 9 ക്യാരറ്റ് ഉണ്ട്. മിന്നുവിൻ്റെ കയ്യിലാകട്ടെ 4 ആയില്ലേ. 3ക്ക് 1 കൂട്ടുമ്പോൾ 4 ഇല്ലേ. 3 + 1 = 4. ഇപ്പോൾ മിന്നുവിൻ്റെ കയ്യിലും 4 ക്യാരറ്റായി. അങ്ങനെയെങ്കിൽ അവരുടെ ആകെ എത്ര ആയിരിക്കും? 9 + 4 9 കൂട്ടണം 4 എത്രയാണ്? 13 13. പിന്നെയും കിട്ടു എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ നിന്ന് 1 എടുത്തിട്ട് മിന്നുവിന് കൊടുത്തു. അപ്പോൾ കിട്ടുവിൻ്റെ കയ്യിൽ 8ഉം മിന്നുവിൻ്റെ കയ്യിൽ 5ഉം. അങ്ങനെയെങ്കിൽ 8ഉം കൂട്ടണം 5 എത്ര കിട്ടുക? 13 അല്ലേ. 8 + 5 = 13. വീണ്ടും കിട്ടുക്കുരങ്ങൻ ഒരു ക്യാരറ്റ് എടുത്ത് മിന്നുമുയലിന് കൊടുത്തു. അപ്പോൾ കിട്ടുവിൻ്റെ കയ്യിൽ 7 ക്യാരറ്റും 7 ക്യാരറ്റും മിന്നുവിൻ്റെ കയ്യിൽ 6 ക്യാരറ്റും 6 ക്യാരറ്റുമായില്ലേ. അപ്പോൾ അത് ടോട്ടൽ വരുമ്പോൾ 7 കൂട്ടണം 6 സമം എത്രയാണ്? അതും 13ആണ്. 7 + 6 = 13. വീണ്ടും കൊടുത്തു. വീണ്ടും കിട്ടു മിന്നുവിന് കൊടുത്തു. അപ്പോൾ കിട്ടുവിൻ്റെ കയ്യിൽ 6 ക്യാരറ്റും മിന്നുവിൻ്റെ കയ്യിൽ 7 ക്യാരറ്റും. അപ്പോൾ ടോട്ടൽ അവിടെയും കിട്ടുക നമുക്ക് എന്ത്? 13 13 തന്നെയായിരിക്കും. അങ്ങനെ ഓരോന്ന് ഇല്ലേ, കിട്ടു ഓരോന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുവിൻ്റെ പ്ലേറ്റിൽ കുറഞ്ഞ് വരും ചെയ്യും, മിന്നുവിൻ്റെ പ്ലേറ്റിൽ കൂടി വരും ചെയ്യും. അപ്പോൾ മക്കൾ അതൊന്നും ഇപ്പോൾ എങ്ങനെ ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തിട്ട് അന്ന് പ്ലസ് ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ കിട്ടുമ്പോഴൊക്കെ എന്താണ് ട്രിക്ക്? ഒരേ ഉത്തരമായിരിക്കും കേട്ടോ. അപ്പോൾ അത് തെറ്റിപ്പോവാതെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് മുത്തുകളുണ്ട് അല്ലേ. റോസ് കളറിലും ബ്ലൂ കളറിലും മുത്തുകളെ. അപ്പോൾ അത് എണ്ണി നോക്കുമ്പോൾ നമുക്ക് റോസ് കളറിലെ മുത്തുകൾ എത്ര ഉണ്ട്? 8 എണ്ണം, 8 ഉണ്ട്. അതേപോലെ തന്നെ ബ്ലൂ കളറുള്ളതോ അതും 8. അപ്പോൾ 8ഉം 8ഉം ചേർന്നാൽ എത്രയാണ്? 16. 8 കൂട്ടണം 8 = 16. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മക്കളെല്ലാവരും നോട്ടെടുത്തേ. എന്നിട്ട് ഇതേപോലെ ഒരു പദസൂര്യൻ വരയ്ക്കുക. നടുവിൽ 16 16 നേടിയിട്ട് നല്ല ഭംഗിയായി പൂവൊക്കെ വരച്ചിട്ട് ഇതേപോലെ അങ്ങ് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ഇവിടെ എഴുതി വെക്കാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതി കൊടുക്കണം. ഏതൊക്കെ നമ്പർ ചേർന്നാൽ 16 കിട്ടും, ഏതൊക്കെ നമ്പർ ആഡ് ചെയ്താൽ 16 കിട്ടും. നമ്മളതവിടെ കണ്ടെത്തി എഴുതണം. നമുക്കൊന്ന് നോക്കിയാലോ, ഏതൊക്കെ നമ്പർ ആഡ് ചെയ്താൽ, ഏതൊക്കെ നമ്പർ കൂട്ടിയാൽ 16 16 കിട്ടും എന്ന്. 13
കൂട്ടണം 3 സമം 16 13 + 3 = 16 അല്ലേ? ഇങ്ങനെ ഓരോ നമ്പേഴ്സ് മക്കൾക്ക് നമ്പർ പറയാനറിയാം, ടീച്ചർ റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ മക്കൾ അത് ഓരോന്നും നമ്പർ പറഞ്ഞ് മനസ്സിലാക്കി ആഡ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അടുത്ത വർക്ക് ഷീറ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.